കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി തിരുവല്ല ശാപമുക്തി ശുശ്രൂഷയിൽ നിന്നും തങ്കു ബ്രദർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കേട്ടല്ലോ, ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടല്ലോ. നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് ഒരു ഹയർ ലൈഫാണ്. ക്രിസ്ത്യൻ ലൈഫ് കേവലം നമ്മൾ കാണുന്ന രോഗസൗഖ്യവും വിടുതലും മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ആ രോഗസൗഖ്യവും വിടുതലും ഒക്കെ ഒരു വ്യക്തി യേശുക്രിസ്തുവിലാകുമ്പോൾ ഈ ലോകത്ത് കർത്താവ് ജീവിക്കുന്നുവെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനേക്കാളൊക്കെ മേൽത്തരമായ അനുഗ്രഹം കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവരാജ്യത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ് us ബി ഹോൾ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നേറുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എൻജോയ് ചെയ്യുന്നവരായിരിക്കരുത്. ആ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ അത് മുഴുവൻ എൻജോയ് ചെയ്യാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കാൻ പോവുകയാണ്. ദൈവവചനം പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കി സകലതും അതോടുകൂടെ ചേർക്കപ്പെടും. ആ കർത്താവിനോട് കൂടെ നിങ്ങൾ ചേർന്ന്, നിങ്ങൾ ഈ സുവിശേഷ ഘോഷണത്തിൽ കർത്താവിനോട് കൂടെ നിങ്ങൾ ചേർന്ന് പങ്കാളിയായി തീരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ എല്ലാ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. തിരുവല്ല മീറ്റിങ്ങിലെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് ഇപ്പോൾ നമുക്ക് കടന്നു പോകാം. യേശുവേ, അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ, പ്രാണനെ എന്നെ തൊടുക നീ, എന്നുള്ളം വാഞ്ചിക്കുന്നേ. യേശുവിനോടൊന്ന് സംസാരിച്ചേ. യേശുവേ, അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ, പ്രാണനെ എന്നെ തൊടുക നീ, എന്നുള്ളം വാഞ്ചിക്കുന്നേ. പകരം ഞാൻ എന്തു നൽകും, പകരം ഞാൻ എന്തും നൽകും, പകരം ഞാൻ എന്തു നൽകും, പകരം ഞാൻ എന്തും നൽകും. ഓ യേശുവേ, അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ, എന്റെ പ്രാണനെ എന്നെ തൊടുക നീ, എന്നുള്ളം. Jesus is more than enough. അടുത്തിരിക്കുന്ന ആളോട് പറയും, യേശു ക്രിസ്തു സകലത്തിനും മതിയായവൻ. Hallelujah. ഹല്ലേലൂയ. യേശു മതി. ആവശ്യത്തിലധികം. Hallelujah. Hallelujah. Jesus is more than enough. യേശു കർത്താവ് ആവശ്യത്തിനും സകല ആവശ്യത്തെക്കാൾ അധികം. More than enough. ആവശ്യത്തെക്കാൾ അധികം. Hallelujah. ഹല്ലേലൂയ. We used to I used to think, I don't know about anybody else, I used to think, if only I could be going to America, if only someone was there, if only someone would recommend, if only. ഞാൻ നിങ്ങളുടെ കാര്യമൊന്നുമല്ല പറയുന്നത്, എൻ്റെ കാര്യം പറയാം. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. നിങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ. സ്കൂളിൽ നിന്ന് എക്സ്കർഷനിൽ പോകുമ്പോൾ എക്സ്കർഷൻ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ബാക്കി പിള്ളേരെല്ലാം പോവുക, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ആ ഓഫീസിൽ ഞാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും അത് എൻ്റെ സ്വന്തമാണെന്ന് പറയാനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അമേരിക്ക കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ ചിന്തിച്ചത് എപ്പോഴാണ്? വീണ്ടും ജനിക്കുന്ന മുമ്പെയാണ്. പക്ഷെ നാൾ തോറും ഒരു കാര്യം മനസ്സിലായി, അഭിഷേകം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണോ ചിന്തിച്ചത് തിരിച്ച് ആൾക്കാർ ചിന്തിക്കുക, അയാളൊന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ, അയാളുടെ കൈ ഒന്ന് എന്നെ തൊട്ടിരുന്നെങ്കിൽ. ഞാൻ പറയാം, അഭിഷേകമായി ഇതിൻ്റെ എല്ലാം വ്യത്യാസം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ്റെ അകത്ത് ദൈവകൃപ നിറയുമ്പോൾ, ഹല്ലേലൂയ, he becomes everything. അവൻ സർവസ്വവുമാകും, എല്ലാത്തിനും മതിയായവനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിന് ഒന്നും, പ്രിയമുള്ളവർ, എത്ര പേര് യേശുവിനെ കർത്താവ് വിശ്വസിച്ചിട്ടുണ്ട്? ഞാൻ പറയാം, ലോകത്തിന് ഒന്നും
നമുക്ക് തരാനില്ല. നമുക്ക് ലോകത്തിന് കൊടുക്കാൻ ഒത്തിരിയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ചെറിയ ഒരു സ്ഥാനത്തിന് വേണ്ടി, ഒരു കുറച്ചുകൂടെ പൈസ കിട്ടാനായി ആൾക്കാരെന്തൊക്കെ കാണിക്കാനും അധപതിക്കുക. പക്ഷെ ദൈവരാജ്യമുള്ളിലുള്ളവൻ അവൻ അവനൊന്നും ആകർഷിക്കത്തില്ല. അവൻ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ തെളിയിക്കാനാണ് നിൽക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Look at the words of Jesus. കർത്താവിന്റെ വചനങ്ങളിലേക്ക് ഒന്ന് നോക്കാം. Hallelujah. ഹല്ലേലൂയ. Matthew chapter 6. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. Hallelujah. And starting from verse 24. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ. No one can serve two masters. Either he will hate one and love another, and despise the other, and you cannot serve God and mammon. Why? രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല. നോക്ക്, no one can serve two masters. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. Now what is the other mammon? ഈ മറ്റേ മാമോൻ എന്ന് പറയുന്ന ആരാ? ദൈവവും മാമോനെയും സേവിക്കാൻ പറ്റത്തില്ല. Hallelujah. What is it? എന്താണ് അത്? The next verse will tell you. അടുത്ത വാക്യം അത് പറഞ്ഞു തരും. What is it? എന്താണ് അത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. വിചാരം പറഞ്ഞേ, വിചാരം. ഉറക്കെ പറഞ്ഞേ, വിചാരം. അതാ മാമോൻ. ആൾക്കാർ ഓർത്തെ പൈസയാ മാമോൻ. അല്ലല്ല, വിചാരം. യേശു എൻ്റെ കർത്താവാന്ന് പറയും, വിചാരപ്പെടുകയും കൂടെ ചെയ്യുമ്പോൾ കർത്തൃത്വം വിചാരത്തിനാ, യേശുവിനല്ല. ആ സമയത്ത് അറിയാതെ എന്ത് ചെയ്യുക? മാമോനെ സേവിക്കുകയല്ല, മാമോൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ ചിന്തയിൽ വരുക. നോക്ക്, നിങ്ങൾ തിമത്തിക്ക് എഴുതിയ ലേഖനം അറിയാമല്ലോ. തിമത്തി നിങ്ങളുടെ ബൈബിളിലുണ്ടല്ലോ അല്ലേ? തിമത്തിക്ക് എഴുതിയ രണ്ടാം തിമത്തിയുടെ ലേഖനം എഴുതിയത് തന്നെ തിമത്തിക്ക് ഉള്ളിൽ ആങ്സൈറ്റി. He became anxious. തനിക്ക് വേവലാതി വന്നു. Because Paul is in prison. കാരണം പൗലോസ് ജയിലിൽ കിടക്കുക. He is young. താൻ യൗവനക്കാരനുമായിരിക്കുന്നു. And he is hearing that Paul will be killed. തനിക്ക് ഒരു കേൾവി കിട്ടി, പൗലോസിനെ അവര് കൊല്ലും. Now what will be his future? ഇനി എൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് തിമോത്തി വിചാരിച്ചു. So Paul is writing the second letter of Timothy is because to address to his anxiety. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനെ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ തന്റെ ആ വെപ്രാളം, വേവലാതിക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അയക്കുന്നു. Hallelujah. Hallelujah. You know how Paul says? എന്താണ് പൗലോസ് പറയുന്നത് നമുക്ക്? Do you remember your grandmother? നിന്റെ വലിയമ്മയെ നീ ഓർക്കുന്നില്ലേ? Hallelujah. Hallelujah. Don't you remember your own mother? നിന്റെ സ്വന്തം അമ്മയെ നീ ഓർക്കുന്നില്ലേ? Don't you remember how God led them? അവരെ ദൈവം എങ്ങനെ നടത്തിക്കൊണ്ട് പോയി എന്ന് നീ അറിയുന്നില്ലേ? Hallelujah. Hallelujah. And then Paul says, തുടർന്ന് പൗലോസ് പറയുന്നു, I know whom I have believed. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. He is my everything. അവൻ എൻ്റെ സർവസ്വവുമാകുന്നു. Hallelujah. Hallelujah. And as an antidote of anxiety, തന്റെ ആ വെപ്രാളത്തിന്, വേവലാതിക്ക് ഒരു മറുമരുന്നായി he says like this, താൻ ഇപ്രകാരം പറയുക, stir up the gifts in you. നിന്റെ ഉള്ളിലെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. നീ വ്യാകുലപ്പെടാതെ എന്ത് ചെയ്യണം? നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുക. Because we have not received the spirit of fear but of boldness, love and of sound mind. കാരണം നാം സ്വീകരിച്ചിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ധൈര്യത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ. ഉറക്കെ പറഞ്ഞ ധൈര്യത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ. Hallelujah. Hallelujah. So don't be anxious. അതുകൊണ്ട് നീ വേവലാതിപ്പെടണ്ട. Don't be anxious, Timothy. തിമോത്തിയോസേ, നീ വേവലാതിപ്പെടണ്ട. But be as a good soldier. ഒരു നല്ല ഭടനെ പോലെ Suffer like me. എന്നെ പോലെ കഷ്ടം സഹിക്കുക. Hallelujah. Hallelujah. Be bold. നീ ധൈര്യവാനായി. Be bold. നീ ധൈര്യം
ധൈര്യത്തോടിരിക്കും. The real born again believer, വീണ്ടും ജനിച്ച യഥാർത്ഥ he is വിശ്വാസി not afraid of anything. അവൻ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുകയില്ല. Anything at all. ഒന്നിനെക്കുറിച്ചും Nothing worried about. ഒന്നിനെക്കുറിച്ചും Because he ഭാരപ്പെടുകയില്ല. knows one thing. കാരണം തനിക്കൊന്നറിയാം. Whom he has believed താൻ ആരെ is വിശ്വസി- God. താൻ ആരെ വിശ്വസിച്ചു അവൻ ദൈവമെന്നറിയാം. He is the author and finisher. അവൻ സകലത്തിന്റെ നായകനും പൂർത്തി You വരുത്തുന്നവനും. did not begin this. നീയല്ല ഇത് തുടങ്ങി വെച്ചത്. He began it. അവൻ അത്രേ തുടങ്ങിയത്. He asked you to come out. അവനാ നിന്നെ വിളിച്ചു You വരുത്തിയത്. came out believing him. അവനിൽ വിശ്വസിച്ച നീ ഇറങ്ങിയത്. He will never leave you nor forsake you. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. The moment you said Jesus is my Lord, യേശുവിന്റെ കർത്താവെന്ന് പറഞ്ഞ നിമിഷം, the moment you said Jesus is my Lord, യേശുവിന്റെ കർത്താവെന്ന് പറഞ്ഞ നിമിഷം, he has taken the responsibility. ആ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തു. He has taken your നിന്റെ responsibility. ഉത്തരവാദിത്തം അവന്റെ കയ്യിലായി. When you say I am worried, എനിക്ക് ഭാരമാണെന്ന് നീ പറയുമ്പോൾ, when you say I have tension, എനിക്ക് വെപ്രാളമാണെന്ന് നീ പറയുമ്പോൾ, you are not declaring that lordship. നീ ആ കർത്തൃത്വത്തെ അല്ലല്ലോ പറയുന്നത്. That is why Jesus says അതുകൊണ്ടത്ര യേശു പറഞ്ഞത്, you cannot serve two masters. നിനക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ You കഴിയില്ല. will love one and hate another. ഒരുവനെ സ്നേഹിച്ചു മറ്റവനെ പകയ്ക്കും. I have found many Christians say, ഞാൻ പല ക്രിസ്ത്യാനികളും പറയുന്നത് കണ്ടിട്ടുണ്ട്. what have I got by believing Jesus? യേശുവിനെ വിശ്വസിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? I want to tell you, my dear, പ്രിയ സ്നേഹിത, ഞാനൊന്ന് പറയാം. you have received eternal life. നിത്യജീവനെ നിനക്ക് കിട്ടി. You are not going to hell. നീ നരകത്തിലേക്കല്ല പോകുന്നത്. You cannot earn that with money. പണം കൊടുത്താൽ ഈ സ്വർഗം കിട്ടില്ല. What did I get by believing Jesus? യേശുവിനെ വിശ്വസിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? I want to ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കാം. What did you do for Jesus for getting anything? നിനക്ക് എന്തെങ്കിലും കിട്ടേണ്ടതിന് നീ യേശുവിന് എന്താ ചെയ്തേ? Hallelujah. What have we done നാം എന്താ ചെയ്തു കൊടുത്തത്? for Jesus to receive anything? യേശുവിനെ നമുക്ക് വേണ്ടി നമ്മിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നാം മിണ്ടാതിരി. ഏറ്റവും വലുത് കൃപ ദാനമായി തന്ന നിത്യത വരെയുള്ള പദ്ധതി ദാനമായി തന്നെങ്കിൽ പരാതിയില്ല, പെറുപെറുപ്പില്ല. നിത്യനാശമായി പോകേണ്ട എന്നെ നിത്യതയിലേക്ക് നടത്തിയ ആ വൻ കൃപയെ ഓർത്ത് എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ നൃത്തം ചെയ്യും, സ്തോത്രം ചെയ്യും. ഞാൻ കർത്തൃത്വം പറഞ്ഞ ഒരൊറ്റയാളേ ഉള്ളൂ, ഒറ്റ മണവാളനേ ഉള്ളൂ, യേശു ക്രിസ്തു. Hallelujah. God can use any element of this world to protect you, save you, provide for you. ഈ ലോകത്തിലെ ഏതൊരു ഘടകത്തെയും എൻ്റെ ദൈവത്തിന് നിന്നെ രക്ഷിപ്പാൻ, നിന്നെ സംരക്ഷിപ്പാൻ, നിന്നെ കരുതുവാൻ ഉപയോഗിക്കാൻ കഴിയും. He can do anything. ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയും. Turn to someone and say, let God be God. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തെ ദൈവമായി കാണുക. Hallelujah. വായിച്ചേ. എന്നാൽ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആര് പറയുന്നത്? രണ്ട് ഉച്ചാരമുണ്ട് യേശുവെ പറയുമ്പം. യേശു പറയും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയും, പിന്നെ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു. വെറിലി വെറിലി. നോക്ക, വെറിലി വെറിലി എന്നുള്ള വാക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് സെയിങ് ദസ് സേസ് ദ ലോർഡ്. ദസ് സേസ് ദ ലോർഡ് ആയിരുന്നു പണ്ടത്തെ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ദസ് സേസ് ദ ലോർഡ്. ദാറ്റ് വാസ് ദെയർ വേ ഓഫ് telling the wisdom or prophecy, whatever it is. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ, പ്രവചനമാകട്ടെ, But when Jesus speaks, അത് പറയുന്ന രീതി അതായിരുന്നു. when Jesus speaks, എന്നാൽ യേശു പറയുമ്പോൾ he doesn't have to say thus says the Lord. ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞല്ല. He says verily verily I say unto you. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. Hallelujah. Hallelujah. There are two words in the Bible. വേദപുസ്തകത്തിൽ രണ്ട് വാക്കുകളുണ്ട്. Rabbi and Rabboni. റബി, റബൂനി. Rabbi is someone who has attained knowledge of the Bible. റബി എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ജ്ഞാനം പ്രാപിച്ചവൻ. And who teaches the word. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നയാൾ. Rabboni is someone who receives from the Lord directly. റബോനി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ജ്ഞാനം നേരിട്ട് പ്രാപിക്കുന്നവൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളോട് പറയുന്നു. ആരാ പറയുന്നത് ഇത്? ഞാൻ നിങ്ങളോട് പറയാ, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന്, എന്ന് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. അപ്പം മാമോൻ എന്താ? വിചാരം. പിശാച് എപ്പോഴും എന്താ ചെയ്യുന്നേ? വിചാരം.
സമൃദ്ധി എന്താണെന്നറിയാമോ? വാട്ട് ഈസ് പ്രോസ്പെറിറ്റി? എന്താണ് സമൃദ്ധി? ഉള്ള അവസ്ഥയിലുള്ള തൃപ്തിയാണ് സമൃദ്ധി. ആമേൻ. ഹല്ലേലൂയ. ബീയിങ് കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് തൃപ്തരായിരിക്കുക. ദാറ്റ് ഈസ് റിയൽ പ്രോസ്പെറിറ്റി. അതാണ് യഥാർത്ഥ സമൃദ്ധി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഹാരത്തെക്കാൾ ജീവനും ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? മനസ്സിലാക്കാവുന്ന ഭാഷയിലല്ലേ യേശു പറയുന്നത്? യേശുവിൻ്റെ ഗുണം അതാ. നമുക്കറിയാവുന്ന ഭാഷയിൽ പറയും, നമുക്കറിയാവുന്ന നിലയിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവർക്ക് അപ്പം വേണ്ടിയപ്പോൾ സ്വർഗത്തിൽ വന്ന അപ്പം തരാമെന്നല്ല യേശു പറഞ്ഞേ. അവർക്ക് അപ്പം വേണ്ടിയപ്പോൾ എന്താ കൊടുത്തേ? അപ്പം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ആവശ്യം യേശുവിന് അറിയോ? ശിഷ്യന്മാർക്ക് ടെൻഷൻ അടിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ പെട്ടെന്ന് വിടാം, അല്ലെങ്കിൽ ഇതെല്ലാം ബോധം കെട്ട വഴിക്ക് വീഴും. യേശു പറഞ്ഞു, അവരെ അവിടെ ഇരുത്ത്, വേണ്ടുവോളം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ വിടാവുള്ളൂ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല. പൈസയെക്കുറിച്ചാണ് പറയുന്നത്. 2 വായിച്ചേ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ സ്വർഗസ്ഥനെ ദൈവം, നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവരെ പുലർത്തുന്നു. ആണോ അല്ലയോ? ആണ്. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. യേശു മരിച്ചത് പറവയ്ക്കാണോ നിങ്ങൾക്കാണോ? അപ്പൊ ആരാ കൂടുതൽ വിലപ്പെട്ടത്? വിചാരപ്പെടുന്നതിനാൽ. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വല്ലതും വേണോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? ഉടുപ്പിനെ കുറിച്ച്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ, സൗന്ദര്യം, ഉടുപ്പ്, ഭക്ഷണം, പൈസ, ഇതെല്ലാം അതിനകത്ത് കവർ ചെയ്തു അല്ലേ? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. പറ്റിയില്ല അല്ലേ? Now Jesus has touched every aspect of life. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്പർശിച്ചു. And then he never forgets to touch it every area. എല്ലാ മേഖലയിലും തൊടാൻ കർത്താവ് മറന്നു പോകുന്നില്ല. And he says, if this can be done for a bird or for nature, you are more valuable. കേവലം വിലയില്ലാത്ത ഒരു കുരികലിന് വേണ്ടി പോലും ഇങ്ങനെ ചെയ്യുവാൻ കർത്താവിന് കഴിയുന്നുവെങ്കിൽ നിങ്ങളെ എത്രയധികമായി കർത്താവ് പരിപാലിക്കും. In verse 31. അതിന്റെ 31ാമത്തെ വാക്യം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഈ വകയൊക്കെ ആരാ അന്വേഷിക്കുന്നത്? ജാതി എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തെ അറിയാൻ മേലാത്തവർ, ദൈവത്തെ യഥാർത്ഥമായി അറിയാൻ അവരാ ഇത് അന്വേഷിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വണ്ടി കിട്ടാനാണ് യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിൽ അത് തന്നെയല്ലേ അല്ലാത്തവരും ചെയ്യുന്നത്? അവരും നമ്മളുമായിട്ട് വല്ലതും വ്യത്യാസമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിൽ നമ്മളെ പോലെ അരിഷ്ടന്മാർ വേറെ ആരുമില്ല. ചീപ്പായി പോവുക, യേശുവിനെ ചീപ്പാക്കുക. He's far above. നിത്യജീവന്റെ മൊഴികളാ എൻ്റെ യേശുവിൻ്റെ കയ്യിലുള്ളത്. വേറെ ആരുടെ കയ്യിലും അതില്ല. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ ലോകത്തിലെ ആർക്കും, ഞാൻ എല്ലാം സ്ഥലത്ത് പോയ ഒരാളാണ്, ഞാൻ ഉറപ്പിച്ചെന്ന് ഞാൻ പറയാം, 3 കാര്യങ്ങൾ യേശുവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. 1, സർവ ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. 2, സ്വസ്ഥത. 3, സന്തോഷം. സന്തോഷം എന്ന് പറയുമ്പോൾ ജോയ്, നോട്ട് ഹാപ്പിനെസ്. ജോയ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദം, not happiness. അത് കേവലം ഒരു സന്തോഷമല്ല. Happiness is something that the world gets. If you get something you get happy. Jesus will give you joy. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തോന്നുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വന്നും പോകുന്നതാ. കിട്ടുമ്പം ഭയങ്കരത്, പോയപ്പം പോയി, എന്നാലും എനിക്ക് കിട്ടിയില്ല. യേശു വന്നാൽ അതല്ല, ഇങ്ങനെ ആൾക്കാർ ചോദിക്കേണ്ടി നിന്റെ കാല് എന്നാ നിലത്തെങ്ങും അല്ലല്ലോ. കറക്റ്റാ, നിലത്തല്ല, ഞാൻ സ്വർഗീയ സ്ഥലത്താ. എന്തവസ്ഥയിലും ഡാൻസ് ചെയ്യും. സന്തോഷം ഇത് യേശുവിനല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന്റെ കാരണം നിത്യജീവൻ അകത്ത് വന്നതുകൊണ്ടാണ്. അതാ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ
ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒരിക്കലും നശിക്കത്തില്ല. ഞാൻ ഒരിക്കലും നശിക്കത്തില്ല. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉറപ്പില്ലാത്തവർ ഇന്ന് ആ ഉറപ്പോടെ വേണം പോകാൻ. നിത്യജീവൻ എന്നിലുള്ളത് കൊണ്ട് പറഞ്ഞേ, നിത്യജീവൻ എന്നിലുള്ളത് ഞാൻ ഒരിക്കലും നശിക്കത്തില്ല, ഒരിക്കലും നശിക്കത്തില്ല. എൻ്റെ തലമുറ നശിക്കത്തില്ല. തലമുറ നശിക്കത്തില്ല. ഇന്ന് കേട്ട ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് എനിക്കറിയാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. എനിക്കറിയാം, മാനസികമായി ഒത്തിരി പേരെ എൻ്റെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുമ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, സ്വസ്ഥതയില്ലാത്ത ഒത്തിരി പേരുടെ ഉള്ളിൽ എൻ്റെ കർത്താവ് തൻ്റെ സമാധാനത്തെ അയക്കുക. എൻ്റെ കർത്താവ് സമാധാനത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറാണ് എൻ്റെ കർത്താവ് റൺ ചെയ്യുന്നത്. കാരണം ദൈവവചനം പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഈ ലോകം അത് തരത്തില്ല. ഈ ലോകത്തിന് തരാൻ മേലാത്ത ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റാണ് എൻ്റെ കർത്താവിന് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത്. അതാ അവൻ്റെ ദിവ്യ സമാധാനം. ഇന്ന് അത് പ്രാപിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് രോഗികളായി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ TV സ്ക്രീനിലോട്ട് നിങ്ങളുടെ കരങ്ങളൊന്ന് നീട്ടിക്കേ. ഒരു കരം നിങ്ങളുടെ രോഗസ്ഥലത്ത് നിങ്ങൾ വെച്ചാട്ടെ. കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഈ നിമിഷം തന്നെ നിങ്ങളെ സ്പർശിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം ഈ പ്രിയപ്പെട്ടവരെ തൊടണമേ. ഇന്ന് കേട്ട ആ ദൈവവചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവരുടെ ഭാരങ്ങൾ മാറട്ടെ, അവരുടെ നിരാശകൾ മാറട്ടെ, അവരുടെ ആകുലതകൾ മാറട്ടെ. യേശു കർത്താവെ, കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവിനെയാ, ഭീരുത്വത്തിൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവിനെയാ. ആ ധൈര്യത്തിൻ്റെ വലിയൊരു സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഹൃദയങ്ങളിൽ നിറയട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളാലും നിറയ്ക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ, ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ, അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിറവ് എല്ലാ ജീവിതങ്ങളിലും വെളിപ്പെടട്ടെ. എല്ലാ വീടുകളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മകളാൽ നിറയ്ക്കണം. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേട്ട സന്ദേശം ഇത് തുടരുകയാണ്. അടുത്ത ദിവസവും വീണ്ടും നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾക്ക് കാണാം. ഈ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലസ് യു.